Hi dear friends, welcome to Kerala McTech. Kerala McTechിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൊയോറ്റ എത്തിയോസ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ആണ്. ടൊയോറ്റ എത്തിയോസ് ലിവായ്ക്കൊക്കെ കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിട്ട് വന്നേക്കുന്ന കാറാണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ക്രാങ്ക് ആവും, അതായത് സെൽഫ് എടുക്കും, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ നമ്മളിത് സ്കാനിങ് ടൂൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്കാനിങ്ങിൽ എന്താണ് ആദ്യമേ ഫോൾട്ട് കാണിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാനിങ്ങിൽ നമുക്ക് ഈ കാണുന്നത് പോലെ ആൻറ്റിന സർക്യൂട്ട് ഓപ്പൺ ഓർ ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രബിൾ കോഡ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം ബേസിക്കലി ഈ ഒരു ട്രബിൾ കോഡ് വരുമ്പോഴത്തേക്ക് ഇമ്മൊബിലൈസറിൻ്റെ ആൻറ്റിന അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിൽ അതിലേക്കുള്ള സർക്യൂട്ടിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഇമ്മൊബിലൈസർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇമ്മൊബിലൈസർ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിനെന്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഇതിൻ്റെ ഇമ്മൊബിലൈസർ യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ ബോഡി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ ഓൾറെഡി ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒന്നും കൂടി കാണിക്കാൻ വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ എന്താണ് ഇതിന് പറ്റിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഉള്ളിൽ സംഭവം ഹീറ്റായിട്ടുണ്ട്. അതിൻ്റെ ഹീറ്റായിട്ടുള്ള പാടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാര്യമായിട്ട് ഇതിൻ്റെ ബോർഡ് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും സംഭവം ഇത് ഷോർട്ടായ ഒരവസ്ഥയാണ്. ഒന്നും രണ്ടും ഒന്നുമല്ല, മൾട്ടിപ്പിളായിട്ടുള്ള ഷോർട്ട് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഈ ഏരിയാസ് 1, 2, 3, 4 ഏതാണ്ട് ഒരു 5 ഭാഗങ്ങളായിട്ട് ഇത് ഷോർട്ടായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കിത് മാറി പ്രോഗ്രാം ചെയ്യാതെ പറ്റത്തില്ല. അപ്പോൾ വലിയൊരു അത്യാവശ്യം ചിലവുള്ളതും സമയം അത്യാവശ്യം പോകുന്ന ഒരു സംഭവം കൂടിയാണ്. ചിലപ്പോൾ ഈ സംഭവം റെഡിക്ക് കിട്ടണമെന്നുമില്ല. അപ്പം ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് കാര്യങ്ങൾ ഞാൻ കസ്റ്റമറോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ഉള്ളിൽ സ്പ്രേ ഒക്കെ അടിക്കുകയും ഡാഷ്ബോർഡൊക്കെ ഒന്ന് നനച്ച് തുടയ്ക്കാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ ആ ഇടയ്ക്ക് ഈ സ്റ്റീറിങ്ങിൻ്റെ ഏരിയയ്ക്ക് തുടയ്ക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിലേക്ക് സ്പ്രേയുടെ ഭാഗം ചെന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം ചെന്നിട്ടുണ്ടാവും. ഈർപ്പം ചെന്നിട്ടാണ് ഈ സംഭവം ഷോർട്ട് അയക്കുന്നത്. പലപ്പോഴും വണ്ടികൾക്കുള്ളിൽ ചെറിയ വണ്ടുകളോ അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ഇൻസെക്റ്റിനെ ഓടിക്കാനുള്ള സ്പ്രേ അങ്ങ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഇത് ഷോർട്ട് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മെയിൻലി പറയാനുള്ള ഒരു കാര്യം, സ്വന്തം വണ്ടി എല്ലാവരും തന്നെ നല്ലോണം വൃത്തിയായിട്ട് സൂക്ഷിച്ച് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെയാണ്. ആരായാലും സ്വന്തം വണ്ടി നല്ല വൃത്തിക്ക് തന്നെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ ഈ ഡാഷ്ബോർഡൊക്കെ ക്ലീൻ ചെയ്യുമ്പം, അതേപോലെ വണ്ടിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും സ്പ്രേ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സിന് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ സ്പ്രേ ചെയ്യുകയോ വേറെ എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ഉറുമ്പിൻ്റെയോ മറ്റു പല ജീവികളുടെ ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇൻറ്റീരിയറിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഈ ഒരു കസ്റ്റമർ ഇതുപോലെയാണ് ഒരു അബദ്ധം സംഭവിച്ചത്. ഇതുപോലെ ഒരു സ്പ്രേ ചെയ്തിട്ടാണ് ഈ ഒരു ഇമ്മൊബിലൈസർ യൂണിറ്റിലേക്ക് ഈ സംഭവം ഇറങ്ങി ചെല്ലുകയും ഈ ഇമ്മൊബിലൈസർ എളുപ്പം തന്നെ ഇതുപോലെ ഷോർട്ടായി പോവുകയും പ്രതീക്ഷിക്കാത്ത നേരത്തെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്തു. അദ്ദേഹം ഒരു ട്രിപ്പ് പോകാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അപ്പം ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. നമ്മൾ ഡാഷ്ബോർഡൊക്കെ നനച്ച് തുടയ്ക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ഏൽപ്പിച്ച് ഇൻറ്റീരിയർ നമ്മൾ ക്ലീൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് ഈ ടൊയോറ്റയുടെ എത്തിയോസിൽ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത്യാവശ്യം കയ്യിൽ നിന്ന് കാശ് പോവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് പെട്ടെന്ന് അവൈലബിൾ അല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ഇത് ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മെയിൻലി ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഭാഗം, അതേപോലെ അതിൻ്റെ ഇഗ്നീഷൻ കീ ഒക്കെ വരുന്നതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ പെട്ടെന്ന് ഈർപ്പം തട്ടാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സ്പ്രേ ആണെങ്കിലും ആ ഒരു ഏരിയയിലോട്ടൊന്നും കൊണ്ടുപോകാതിരിക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ്. കാരണം ഇത് പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകുന്നൊരു സംഭവമാണ്. ഈ സ്പ്രേ ആയാലും ഏതെങ്കിലും തരത്തിലൊരു ഈർപ്പം അതിൽ നിന്നാൽ അത് പെട്ടെന്ന് തന്നെ സംഭവം അടിച്ചു പോകും. പിന്നെ അത് റീപ്ലേസ് അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ തന്നെ അതിനകത്ത് പിന്നെ വേറെ 2 ടിപ്സും കൂടി പറയാനുണ്ട്. ഈ ഒരു ഇമ്മൊബിലൈസർ യൂണിറ്റ് പുതിയ വയ്ക്കുകയാണെങ്കിൽ നമ്മളിത് പ്രോഗ്രാം ചെയ്യിക്കാണ്ട് ഇത് വർക്കാവത്തില്ല. അപ്പോൾ ഇത് പ്രോഗ്രാം ചെയ്യിക്കുകയും വേണം. അതുകൂടാതെ നമ്മുടെ കയ്യിൽ എത്ര കീ ഉണ്ടോ, ഈ ഒരു ടിപ്സും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ എത്ര കീ ഉണ്ടോ അത്രയും കീ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയി, ഇപ്പം ടൊയോറ്റയിൽ ചെയ്യുവാണെങ്കിലും പുറത്ത് ചെയ്യുവാണെങ്കിലും അത്രയും കീ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് തന്നെ അത് എല്ലാ കീയും നമ്മൾ വീണ്ടും രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എല്ലാ കീയും ഫങ്ഷൻ ആവുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ കീ മാത്രം കൊടുത്തു വിട്ടാൽ ആ ഒരു കീയും കൊണ്ട് മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. മറ്റുള്ള കീയും കൊണ്ട് നമുക്ക് ഡോർ വേണമെങ്കിൽ ലോക്ക് ചെയ്യാം, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ 2 കീ ഉണ്ടെങ്കിൽ 2, 3 ഉണ്ടെങ്കിൽ 3, അത് എത്ര കീ ഉണ്ടോ എല്ലാ കീയും ഒരുമിച്ച് തന്നെ നമ്മളിവിടെ ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ എല്ലാ കീയും വീണ്ടും രജിസ്റ്റർ ചെയ്ത് തന്നാൽ മാത്രമേ വണ്ടി കറക്റ്റായിട്ട് സ്റ്റാർട്ട് ആവൂ, എല്ലാ കീയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.